പശ്ചിമേഷ്യയിൽ നിന്ന് ആശ്വാസമുള്ള ചില വാർത്തകൾ വന്നു. ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചത്. വെടിനിർത്തലിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഹിസ്ബുള്ള നടത്തിയിട്ടില്ല എന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ വിവരങ്ങൾ അവഗാഹത്തോടെ പരിശോധിക്കാൻ നമുക്കൊപ്പം വിദേശകാര്യ ബന്ധമുള്ള നമ്മുടെ പ്രതിനിധി പി ജെയിംസ് ചേരുന്നു. ജെയിംസെ, ആ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കാമോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. വിദേശ ബന്ധമായിട്ട് മോചനം നടന്ന എന്നാ? ഇന്ന് വിവാഹമോചനത്തിന്റെ ഒക്കെ കാലമല്ലേ? പി പിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. എസ് കെ, എന്തായാലും വലിയ ആശ്വാസമുള്ളൊരു ദിവസമാണ്. ഞാൻ പൊതുവെ യുദ്ധം സ്വാഗതം ചെയ്യുന്ന ആളാണ്. അറിയപ്പെടുന്ന ഒരു യുദ്ധത്തിന്റെ ആളായിട്ടാണ്. പക്ഷെ യുദ്ധം വന്നാൽ എന്ത് ചെയ്യും എസ് കെ? യുദ്ധത്തെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. പക്ഷെ അതിനേക്കാൾ സന്തോഷത്തിലാണ്, ആശ്വാസത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഏതാണ്ട് 13 മാസത്തിലേറെ നീണ്ടുനിന്ന ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7-ാം തീയതി പാലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിൽ ആക്രമിക്കുകയും 1200 പേർ വധിക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഇസ്രായേൽ അന്ന് തന്നെ ഗസയിലേക്ക് ആക്രമണം അയച്ചുവിട്ടത്. അതിൻ്റെ പിറ്റേ ദിവസം 8-ാം തീയതി ആരംഭിച്ചതാണ് ഈ ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് അനൗദ്യോഗികമായിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബറിലാണ് അതൊരു ഫുൾ യുദ്ധത്തിലേക്ക് പോയത്. ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ലെബനീസ് അതിർത്തി കടന്നുപോയി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ തന്നെ ഈ ലെബനനിലെ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിലെ 3823 പേർ ഈ നിമിഷം വരെ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അതേസമയം ഇസ്രായേലിൻ്റെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരായിട്ടുള്ള ഏതാണ്ട് 75 പേർ വടക്കൻ ഇസ്രായേലിൽ ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ അയച്ചത് മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സൈനികർ 50 പേർ കൊല്ലപ്പെട്ടു എന്നാണ്, ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. പക്ഷേ യഥാർത്ഥ കണക്ക് അതായിരിക്കണമെന്നില്ല. ഇസ്രായേൽ പലപ്പോഴും അല്പം ലിമിറ്റ് പാലിച്ചാണ് കണക്കുകളൊക്കെ പുറത്തുവിടുന്നത്. എന്തായാലും ഈ യുദ്ധം തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഒപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് 60 ദിവസത്തേക്കാണ് പറഞ്ഞെങ്കിലും ഇതൊരു പെർമനന്റ് സ്ഥിരമായിട്ടുള്ള വെടിനിർത്തലിലേക്കും യുദ്ധം അവസാനിക്കലിലേക്കും എത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇത് തൽക്കാലം വിശ്വസിക്കാം. കാരണം ഈ യുദ്ധത്തിനെ നിർത്തുന്നതിന് എതിരെ നിന്നിരുന്ന ആള് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രധാനമായും. എന്തായാലും ഹെസ്ബുള്ള ഇതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം പറഞ്ഞിട്ടില്ല. പക്ഷേ ലെബനൻ്റെ പ്രധാനമന്ത്രി നജീബ് അദ്ദേഹം മുഖാതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വെടിനിർത്തലിനെയാണ്. അതിപ്പോൾ ലെബനൻ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിരിക്കുന്നു, ഹെസ്ബുള്ള മിണ്ടിയിട്ടില്ല. എന്തായാലും ഈ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു ലെബനനിൽ എന്ന് ഉറപ്പായി. പക്ഷേ ഗസയിലെ യുദ്ധം തുടരുകയാണ്. ഈ വെടിനിർത്തലിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വലിയ ആക്രമണമാണ് വിട്ടിരുന്നത് ഇസ്രായേൽ ലെബനനിലും ഗസയിലും. എന്തായാലും യുദ്ധം ഇവിടെ തീരുമ്പോൾ ഹമാസ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ് എസ് കെ. പ്രത്യേകിച്ച് ഗസയിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ 44,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. യുദ്ധം നിർത്തേണ്ടി വരുമെന്നുള്ള തരത്തിലുണ്ട്. പക്ഷേ ഹമാസ് ഇതുവരെ വഴങ്ങിയിട്ടില്ല, ബന്ദികളെ വിട്ടയച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇത് പ്രശ്നം നിർത്തിയേ പറ്റൂ. കാരണം അദ്ദേഹത്തിന് ബന്ദികളെ വിട്ടുകിട്ടണം. ഇസ്രായേലിന് വലിയ പ്രക്ഷോഭമാണ്. ഇപ്പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പ അടക്കമുള്ളവർ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണണം എസ് കെ. ഈ ബെന്നി തോപ്പലിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം പിയും വെള്ളാപ്പള്ളിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, രണ്ടും മഞ്ഞ. അല്ല, പണ്ട് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു എസ് കെ. അതിൻ്റെ ബന്ധമല്ലേ? അല്ല, അതുകൊണ്ടല്ല. ഞാൻ ഈ ശ്രീനാരായണ ഗുരുവിനെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയായിട്ട് നല്ല സൗഹൃദത്തിലാണ്. വെള്ളാപ്പള്ളിയായിട്ട് സൗഹൃദമാണോ? രണ്ടാണല്ലോ. ഓക്കെ. ഞാൻ വിചാരിച്ചു വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രീനാരായണ ഗുരുവിലേക്ക് പോയതുകൊണ്ട് ചോദിച്ചത്. ജെയിംസ്, പാകിസ്ഥാനിലോട്ട് അവിടെ ഇമ്രാൻഖാൻ്റെ പാർട്ടി അവർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. മാത്രമല്ല ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ ഈ പ്രതിഷേധ സമരം തുടങ്ങുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു. അതിൽ ചില 6 സുരക്ഷാ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ടല്ലോ, 2 പ്രവർത്തകരും മരിച്ചുവെന്ന്. എസ് കെ, നമ്മൾ 2 ദിവസമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ പാകിസ്ഥാനിൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് 10,000-കണക്കിന് ഇമ്രാൻഖാൻ്റെ പാർട്ടി PTI പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിൻ്റെ പ്രവർത്തകർ എരച്ചെത്തുകയായിരുന്നു. എന്തായാലും എസ് കെ ഇത് ആക്രമാസക്തമായി. അവിടെ മുഴുവൻ ഈ കണ്ടെയ്നറുകളും അതുപോലെ തന്നെ ബാരിക്കേഡുകളും കെട്ടി തടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ തട്ടിത്തകർത്ത് യന്ത്രങ്ങളുമായിട്ട് വന്നാണ് അവർ തട്ടിത്തകർത്ത് മുന്നേറിയത്. അവിടെ വെച്ച് സുരക്ഷാ ഭടന്മാരെ ഇവർ വാഹനം ഒടിച്ചു കയറ്റി 4 അർദ്ധ സൈനികരും
2 പോലീസുകാരും കൊല്ലപ്പെട്ടു, കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ ലാത്തിചാർജും ടിയർ ഗ്യാസ് പൊട്ടിക്കലും വലിയ സംഘർഷമാണ്. അതിനിടയിൽ സൈന്യത്തെ ഇറങ്ങി പാക് സൈന്യം ഇസ്ലാമാബാദിൽ വിന്യസിച്ചിരിക്കുന്നു. ആക്രമണം നടത്തുന്നവരെ കണ്ടാൽ വെടിവെക്കാനാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഏത് സമയവും മറ്റ് കർഫ്യൂ പ്രഖ്യാപിക്കുമെന്ന അവസ്ഥയാണ്. പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന SKN. ഒപ്പം തന്നെ ഇമ്രാൻഖാൻ്റെ 3ാമത്തെ ഭാര്യ, അത് ഔദ്യോഗിക ഭാര്യ ഇപ്പോൾ അവരാണ് ബുഷ്ര ബീബി, അവർ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ നിന്ന് ഇമ്രാൻഖാനെ മോചിപ്പിക്കുന്നത് വരെ ഈ പ്രക്ഷോഭം തുടരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഇമ്രാൻഖാന് വലിയ ജനപിന്തുണയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമാണ് ജയിച്ചത്, അട്ടിമറിച്ചതാണെന്നൊക്കെ അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇടപെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ജനാധിപത്യം ധ്വംസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ ഔദ്യോഗിക വക്താവ് മില്ലർ തന്നെ പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ അപ്പോൾ വലിയൊരു ബഹളത്തിലാണ്. അവിടെ വടക്കൻ പടിഞ്ഞാറൻ ഭാഗത്ത് SKN വലിയൊരു പ്രക്ഷോഭം ഏതാണ്ട് വെടിനിർത്തലിൽ എത്തിയുള്ളൂ. അവിടുത്തെ ഷിയ മുസ്ലിമുകളും അതുപോലെ തന്നെ സുന്നി മുസ്ലിമുകളും ഏറ്റുമുട്ടി 80ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അത് തൽക്കാലം ഒരു 10-40 ദിവസം നീണ്ടുനിന്ന ഇതിന് ശമനമായപ്പോഴാണ് ഇസ്ലാമാബാദ് ഇപ്പോൾ യുദ്ധക്കളമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ആകാംക്ഷയോടെയാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ കാണുന്നത്. കാരണം അരാജകത്വം അതിശക്തമാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കാശ്മീരിലേക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭീകരവാദവും ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്ന രീതിയാണത്. SKN. താങ്ക് യു, പി ജെയിംസ്. ഇനി നാളെ കാണാം.